അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സലാത്തൻ ദായിമത്തൻ ബിദവാമിൽ ഖില്ലാ. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇപ്പോൾ ജീവിക്കുന്നത് ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് എല്ലാ മനുഷ്യരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി മനുഷ്യരിൽ വരുന്ന ഒന്നാണ് രോഗങ്ങൾ. ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കാണുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് എന്നതിൽ തർക്കമില്ല. അതെന്തുകൊണ്ടാണ് രോഗങ്ങൾ വരാൻ കാരണം? രോഗങ്ങൾ വരും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുമുണ്ട്. എങ്കിൽ പോലും നാം അത് വിലവെക്കാതെ തന്നെ നമ്മൾ ശരീരത്തിൽ കൊടുക്കുന്ന ഭക്ഷണങ്ങളിലും വെള്ളം കുടിക്കുന്നതിലും മറ്റുള്ള എന്തെല്ലാമാണോ ശരീരത്തിലേക്ക് അകത്തേക്ക് കടത്തുന്നത്, അത് യാതൊരു ലിമിറ്റ് പോലും ഇല്ലാത്ത ആളുകളായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുമീതുൽ ഖൽബ ബികസറതി തആമി വശറാബ് ഫഇന്നൽ ഖൽബ യമൂതു കസ്റഇ ഇദാ കസറത അലൈഹിൽ മാ. വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളെ ഹൃദയത്തെ നിങ്ങൾ മരിപ്പിക്കരുത്, കൊല്ലാൻ പാടില്ല. ബികസറതി തആമി വശറാബി, ഭക്ഷണങ്ങളും വെള്ളങ്ങളും ധാരാളമായി ഭക്ഷണം കഴിക്കൽ കൊണ്ടും ധാരാളമായി വെള്ളം കുടിക്കൽ കൊണ്ടും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ശരീരത്തിന് ഒരു ലിമിറ്റുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിൽ, വെള്ളം കുടിക്കുന്നതിൽ. നമ്മൾ എന്തെല്ലാം വെള്ളമാണ് കുടിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് നല്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കും. എന്തെല്ലാം തരത്തിലുള്ള ജ്യൂസുകളും മറ്റുള്ള എന്തെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളമായ ഐറ്റംസിലൂടെ. ഭക്ഷണമായാലോ, ഭക്ഷണങ്ങളിൽ എന്തെല്ലാം ഭക്ഷണങ്ങളാണ്. അതിൽ ഇന്നതിന്നില്ല. വെജോ നോ വെജോ അങ്ങനത്തെ കണക്കൊന്നുമില്ല. മാംസമല്ലാത്തതോ അതൊന്നും നോട്ടമില്ല, അടിച്ചു കയറ്റന്നെ. ആ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കൽ കൊണ്ടും വെള്ളം കുടിക്കൽ കൊണ്ടും നിങ്ങളെ ശരീരത്തെ കൊല്ലരുത്. അതുകൊണ്ടാണ് ഇനി ഏത് ഹോസ്പിറ്റലിലേക്ക് പോയാലും, ഏത് മെഡിക്കൽ കോളേജിലേക്ക് പോയാലും ഏറ്റവും കൂടുതലായി രോഗികൾ കിടക്കുന്നത് കാണുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണ് ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ പറയുന്നു, ധാരാളമായി ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നത് കൊണ്ട് അവരിന്ന ലിമിറ്റ് നോക്കാതെ ഭക്ഷണം കഴിക്കുന്നു. അതിലൂടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഹാനികരങ്ങൾ ഉണ്ടാക്കുന്നു, ശരീരം തളരുന്നു, ശരീരത്തിന് രോഗങ്ങൾ വരുന്നു. അതൊന്നും നോക്കാതെ തന്നെ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കലുകൊണ്ടും ധാരാളമായി മറ്റുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതുപോലെയാണ് ഫൈനൽ ഖൽബ യമൂതു കസ്റഇ. നിങ്ങൾ ഹൃദയം എന്ന് പറഞ്ഞാൽ കൃഷികളെ കൊല്ലും പോലെയാണ്. നമ്മളൊരു കൃഷി നട്ട് കഴിഞ്ഞാൽ ഇതാ കസറത്തുകാരിയിൽ മാവും ഒരു കൃഷി ഇവിടെ നട്ട് വെക്കാം. ആ കൃഷിയിലേക്ക് നമ്മൾ വെള്ളം വയ്ക്കണം. പക്ഷേ അമിതമായാലോ, വെള്ളം ഒരു ദിവസം ഇത്രയും ലിമിറ്റ് ഉണ്ട്. ഏതൊരു കൃഷി നട്ടാലും ഇത്ര വെള്ളമാണ് നിൽക്കേണ്ടത്. അതിൽ ഫുള്ള് വെള്ളം നിറച്ചാലോ, എന്നാൽ ആ കൃഷി ചത്തുപോകും. ആ കൃഷി പിന്നെ വരൂല, കൃഷി ചത്തുപോകും. ഇന്നതുപോലെ നമ്മുടെ ശരീരത്തിന് ധാരാളമായ ഭക്ഷണം കഴിക്കലുകൊണ്ട് വെള്ളം കഴിക്കലുകൊണ്ടും കൃഷിയിലേക്ക് വെള്ളം കൂടുന്നത് പോലെ നമ്മുടെ ഹൃദയം അങ്ങ് മരിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും പറയാണ്, മൻ ഖല്ല തആമുഹു സഹബതുഹു. അവിടെ നിന്ന് പറയുന്നു, ഇനി ആരെങ്കിലും ഭക്ഷണങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ, ഭക്ഷണങ്ങൾ കഴിക്കണമല്ലോ, ജീവിതമാവശ്യത്തിന് വേണ്ടിയാണ് എല്ലാവരും പോകല്, ഭക്ഷണം കഴിക്കണം. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ നല്ല നിലക്ക് ലിമിറ്റഡ് ആയിക്കൊണ്ട് അവന് കണക്കിന് മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നെങ്കിലോ സഹാബത്തുഹു, അവൻ്റെ ഭക്തിന് അവൻ്റെ പള്ള നല്ലതാകും. ഇത് വസഫാ ഖൽബുഹു അവൻ കസറ തആമുഹു, അതുപോലെ വസഫാ ഖൽബുഹു, അവൻ്റെ ഹൃദയം
നല്ല തെളിയുകയും നല്ല ശുദ്ധമാവുകയും ചെയ്യും. പക്ഷേ ഈ ഭക്ഷണം ധാരാളമാക്കൽ കൊണ്ടോ അവൻ്റെ വയറ്റിലേക്ക് രോഗങ്ങൾ വരും, അവൻ്റെ പള്ളയിൽ രോഗങ്ങൾ ഉണ്ടാകും. അപ്പൊ ഭക്ഷണം ധാരാളം കഴിക്കൽ കൊണ്ട് രോഗങ്ങൾ വരാം. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തെ ഒരു ക്രൂരമാകുന്ന നിലക്ക് ക്രൂരമായി കൊണ്ട് അവൻ്റെ ശരീരത്തെ കൊല്ലുന്ന വിധത്തിലുള്ള രോഗങ്ങളൊക്കെ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ വെള്ളം കുടിക്കൽ ധാരാളമായി കുടിക്കൽ കൊണ്ട് രോഗത്തെ ഹാനികരും അത് മൗത്താവുകയും ചെയ്യും, നശിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളമായി ഇപ്പോൾ എന്തെല്ലാം കിട്ടുന്ന അവസരങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഉറൂസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ, ഇപ്പോൾ ഞാൻ വീട്ടിലാണ് ഉള്ളത്. കൊണ്ടഞ്ചേരി മക്കാം ഉറൂസിൽ നമ്മളൊക്കെ പങ്കെടുത്തു. വലിയ ഇന്ന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് എല്ലാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും. അത് എല്ലാ തവറുക്കിന് വേണ്ടി തരികയാണ്. അതുകൊണ്ട് എല്ലാവരും ആ ബറക്കത്ത് എല്ലാവരും കഴിക്കണം. പക്ഷെ എന്ത് കഴിക്കുമ്പോഴും ഇപ്പോൾ ഒരാൾക്ക് 2 പൊതിന്ന് കിട്ടിയത് വെക്കാം. അവിടെ നിന്ന് ചീരണ 2 പൊതി ഒരാൾക്ക് കിട്ടിയാൽ ആ 2 പൊതിയും ഒറ്റടിക്ക് ഒരാൾ ഭക്ഷണം കഴിച്ചാലോ, അല്ലെങ്കിൽ 2 ലിറ്റർ 3 ലിറ്ററിൻ്റെ പെപ്സിയോ കൊക്കോകോ എന്താവട്ടെ ഏത് ജ്യൂസായാലും അതങ്ങ് ഒറ്റടിക്ക് കുടിച്ചാലോ ശരീരത്തിന് ഹാനികരമുണ്ടാകും, രോഗങ്ങൾ വരും. അപ്പോൾ എല്ലാത്തിനും ലിമിറ്റുകളുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മറ്റുള്ള എല്ലാ കാര്യത്തിനു വേണ്ടിയും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമ്മനികളെ എല്ലാം കണക്കിൽ തന്നെ ആയിരിക്കണം ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നതും. അതൊരു കടന്നു കഴിഞ്ഞാൽ രോഗങ്ങളും നമ്മുടെ ശരീരത്തിനെ കൊല്ലാൻ അതുകൊണ്ട് കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം നാം ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വിഷയം ഇന്ന് പറയാൻ കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും റാഹത്തും അല്ലാഹു ഏറ്റി തരുമാറാവട്ടെ. അതുകൊണ്ട് ഇന്ന് കൊണ്ടെങ്കിൽ റൂസിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അല്ലാഹു തആല ഇന്ന് രാത്രി വാതുണ്ട്, എല്ലാവരോടും വരണം. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.